ഇവിടെ നമ്മുടെ പരിപാടി വർണ്ണാഭമാക്കാനെത്തിയിട്ടുള്ള നമ്മുടെ പിഞ്ചു കുട്ടികൾ, വേദിയിലിരിക്കുന്ന നമ്മുടെ വേദിയിലല്ല നമ്മുടെ സഹപാഠികൾ, എൻ്റെ സഹപാഠികൾ, നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് എന്തിനാണ്? 1978-80 ബാച്ചിലെ ഫസ്റ്റ് ബാച്ചാണ് നമ്മൾ. നമ്മൾ ഇന്നിവിടെ എല്ലാവരും കൂടി ഒത്തുകൂടിയിരിക്കുകയാണ്. അതിന് നമുക്ക് അവസരം തന്നാണ് നമ്മുടെ ഫാത്തിമ ബീവിയാണ്. അതിന് ഒരു സപ്പോർട്ട് എന്ന ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു പ്രവർത്തനമാണ് നമുക്ക് ബീവിയും കൂടി ചെയ്തത്. അപ്പോൾ അവരെ രണ്ടാളെ നമുക്ക് എത്രയും നമുക്ക് നന്മ പറഞ്ഞാലും നമ്മുടെ ഭാഗത്ത് എത്ര അഭിനന്ദിച്ചാലും അതിന് മതിയാകില്ല. അതുകൂടാതെ നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള അംഗങ്ങൾ തന്നെ നമുക്ക് 42 വർഷം മുന്നുള്ള നമ്മളാണ്. എന്നെ തന്നെ ഒരു മനസ്സിലാക്കിയിട്ടും വീട്ടിൽ തോന്നില്ല. അങ്ങനെ തന്നെ വീണ്ടും വരുന്നൊരു സംഭവമായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ മാറി. എന്നാലും നമ്മുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഫോട്ടോസൊക്കെ വരുമ്പോൾ നമ്മുടെ പഴയ ഫോട്ടോസൊക്കെ ഇട്ടൊരു കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് അവരെ മനസ്സിലാക്കാനും നമുക്ക് അവരെ ആരൊക്കെയാണെന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഒപ്പം നമ്മുടെ ഭർത്താക്കന്മാരെ റെപ്രസെന്റ് ചെയ്ത് ഇവിടെ എത്തിയിരിക്കുന്ന മിസ്റ്റർ ഉമ്മറിനെയും മിസ്റ്റർ വർഗീസിനെയും സാദരം ക്ഷണിക്കുന്നു. പ്ലീസ് കം. നമ്മുടെ 1978 കാർമൽ കോളേജിൻ്റെ ആദ്യത്തെ പ്രീ ഡിഗ്രി ബാച്ചിൻ്റെ റീയൂണിയൻ ഇന്ന് നമ്മുടെ ഈ കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. 2-3 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഫാത്തിമ ബീവിയും അതുപോലെ തന്നെ ഷെമി സുൽത്താനയും അവരൊരു മകളും കൊച്ചു മകനുമായിട്ട് നമ്മുടെ പ്രിൻസിപ്പൽ റൂമിലേക്ക് വരികയുണ്ടായി. എന്നിട്ട് ചോദിച്ചു, സിസ്റ്ററെ, ഞങ്ങളാണ് ഇങ്ങനെ ആദ്യത്തെ ബാച്ച്. അന്ന് ഇത്രയും കോളേജൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നഴ്സിംഗ് ഹോമിൽ ഒരു ക്ലാസ് മുറിയും തുടർന്ന് ഇവിടെയായിട്ടാണ് ഞങ്ങൾ പഠിച്ചത്. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ഒത്തുകൂടാനായിട്ട് നമുക്കിവിടെ ഒരു സാഹചര്യവും സ്ഥലവും ഒക്കെ ഉണ്ടാകുമെന്ന് ചോദിച്ചു. എന്നാണെന്ന് ചോദിച്ചപ്പോൾ ഡിസംബറിലാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഡിസംബർ 16-ാം തീയതി സാറ്റർഡേ ഞങ്ങളൊന്ന് ഒരുമിച്ച് വന്നാൽ ഞങ്ങളുടെ ബാച്ചിൽ അന്ന് പഠിച്ച എല്ലാവരെയും ഞങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്ക് വഴി, അതുപോലെ തന്നെ വാട്സപ്പ് വഴി, ഇൻസ്റ്റഗ്രാം വഴി ഒക്കെ ഞങ്ങൾ പരിചയപ്പെടുന്നുണ്ട്. പുതുതലമുറയുടെ എല്ലാ നല്ല ടെക്നിക്കുകളും നമ്മുടെ പഴയ തലമുറയോടും അവരോടും കൂടി അവർക്കും കൂടി സൗകര്യപ്പെടുന്ന രീതിയിൽ ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾ എല്ലാവരെയും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷം തോന്നി. നീണ്ട 43 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തങ്ങൾ പഠിച്ച ആ കലാലയത്തിലൊന്ന് വന്ന് കൂട്ടുകാരെ കാണാനും പരിചയപ്പെടാനും ഒന്നുകൂടി ആ സൗഹൃദം പുതുക്കുവാനുമുള്ള ഈ ഒരു നല്ല അവസരത്തിന് ഞാൻ ദൈവത്തോടും നിങ്ങളോടും ഈ ഒരു സംരംഭം പ്രാവർത്തികമാക്കിയതിന് ഞാൻ പ്രത്യേകം നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. എല്ലാവർക്കും, ഇന്ന് ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും, ഇതിൽ അകലങ്ങളിലിരുന്ന് യൂട്യൂബ് വഴി അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് വഴിയൊക്കെ പങ്കെടുക്കുന്നവർക്കും അല്ലെങ്കിൽ ഇതിന് വരാൻ പറ്റാതിരിക്കുന്നവർക്കും എല്ലാവരെയും ഞാൻ സന്തോഷപൂർവ്വം
അഭിനന്ദിക്കുകയും നമ്മുടെ കലാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയുമാണ്. നിങ്ങളാകുന്ന ആ ഉറച്ച മനസ്സിലും നിശ്ചയദാർഢ്യത്തിലും നല്ല രീതിയിൽ സമൂഹത്തിൽ സേവനം ചെയ്യണമെന്നുള്ള ആ നല്ല ഉറച്ച തീരുമാനത്തിലാണ് നിങ്ങളിലാണ് നമ്മുടെ കലാലയം കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. നിങ്ങളാണ് അടിസ്ഥാനക്കാര്. ഏറ്റവും ആദ്യത്തെ സ്റ്റുഡൻസ് എന്നുള്ള നിലയിൽ നിങ്ങൾ പകർന്നു തന്ന, നിങ്ങൾ സമൂഹത്തിന് കൊടുത്ത, അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത തലമുറയ്ക്ക് കൈമാറിയ ഒരു നല്ലൊരു ചൈതന്യം കോളേജിനെ പറ്റിയും നമ്മുടെ മാളയെ പറ്റിയും CMC മാനേജ്മെന്റിനൊക്കെ പറ്റി നിങ്ങൾ പകർന്നു കൊടുത്ത ആ നല്ല ചൈതന്യം, നിങ്ങളുടെ നല്ല വാക്കുകളാണ് ഈ 43 വർഷങ്ങൾക്ക് ശേഷവും ഈ കലാലയം അതിൻ്റെ പ്രൗഢിയോടുകൂടി നിലനിൽക്കുന്നത്. 1900 ഒരു സമൂഹത്തിനാണ് വിദ്യാഭ്യാസം കൊടുക്കുന്നത്. ഒരു പെൺകുഞ്ഞാണ് ഒരു വീടിൻ്റെ വിളക്കെന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം ആ ലവ് ആൻഡ് ലൈറ്റ് ആൻഡ് ലവ്. അതായത് നമ്മൾ പ്രകാശവും സ്നേഹവും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പ്രസരിച്ചാൽ അതെപ്പോഴും പ്രസരിച്ചുകൊണ്ടേയിരിക്കും. നമുക്കറിയാം, പണ്ടൊരു ശിഷ്യനോട് ഒരു ഗുരു പറഞ്ഞു, ഞാൻ നിനക്കൊരു ദീപം തെളിയിച്ചു തരാം. അമ്മയോട് ചേർന്ന് ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തിടുന്നു. അമ്മയെ നിത്യവങ്ങൾ മാനസം തേടി വന്നു. ആവേ ആവേ മരിയ, ആവേ ആവേ മരിയ, ആവേ ആവേ മരിയ, ആവേ ആവേ മരിയ. കുട്ടികളെ കണ്ടുപിടിച്ചിട്ടുള്ളത് എനിക്ക് എന്താണെന്ന് ഒരുപാട് നാളുകൾക്ക് ശക്തികളെല്ലാം കാണുന്നത് എൻ്റെ ജീവിതത്തിലും അവരുടെ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും അത് വളരെയധികം കണ്ടുമുട്ടുന്നത്. ഇനിയും ഇതെല്ലാം സംഘടിപ്പിക്കാനായിട്ട് മുൻകൈയെടുത്ത എല്ലാവരോടും എനിക്ക് വളരെ നന്ദിയും സ്നേഹവുമുണ്ട്. എല്ലാവരും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലും ഇപ്പോൾ ഞാൻ കാണുന്നത് 40 വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന പാവാടക്കാരിയായ ഒരിക്കലും ഇന്നത്തെ രൂപം എനിക്ക് ആരെ അറിയില്ല. എങ്കിലും ഇന്നും നിങ്ങളെൻ്റെ കുട്ടികളാണ്. അവരെ മാത്രമേ ആ കണ്ണുകൊണ്ട് മാത്രമേ എനിക്ക് നിങ്ങളവരെ കാണില്ല. ഇനിയും നിങ്ങൾക്ക് വളരെ ശോഭനമായ ഒരു ഭാവി, അതായത് ഇന്നും നിങ്ങൾക്കുള്ള സകല സൗഭാഗ്യങ്ങൾ എന്നും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ ആശംസിക്കുന്നു. അധികമൊന്നും പറയാൻ എനിക്കില്ല. എന്നാൽ നിങ്ങൾക്ക് സന്തോഷവും നേർന്നു.
എന്താണ് സംസാരിക്കാനുള്ളതെന്ന് കേൾക്കാം. 42 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ സംസാരിക്കാൻ വരുന്നത്. മിസ് പ്ലീസ്. റെസ്പെക്റ്റഡ് സിസ്റ്റർ സീന, എൻ്റെ സഹപ്രവർത്തക ശാന്ത, പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങളെ വിളിക്കാൻ തോന്നുന്നില്ല. എനിക്ക് പരിചയമുള്ള നിങ്ങൾ മുട്ടുവരെ കൈയിറക്കേണ്ട ബ്ലൗസും പാവാടയും ഇട്ടൊക്കെ വന്നിരുന്ന കാലഘട്ടമായിരുന്നു. ഇപ്പോൾ ആ ഒരവസ്ഥയിൽ നിന്നൊക്കെ മാറി ഞങ്ങളെ പോലെയൊക്കെ ആയി. കാരണം ഇങ്ങനൊരു പരിപാടി വയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഫാത്തിമയും ആസിയയും ഒക്കെ വിളിച്ചപ്പോൾ ഞാനിങ്ങനെ മനസ്സിലിട്ടിട്ട് അവരുടെ 40 കൊല്ലം മുമ്പുള്ള ആ രൂപം ഒന്ന് ഓർത്തു നോക്കി. അപ്പോൾ ഒരു ഏകദേശം ഞാൻ പറഞ്ഞവരോട് എനിക്ക് പേരൊന്നും അത്ര ഓർമ്മയില്ല. കാരണം ഞാൻ ഇവിടുന്ന് നിങ്ങൾ 80-ൽ പോയി, ഞാൻ 83 വരെ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ BA തുടങ്ങിയല്ലോ ഒരു ബാച്ച്. ആ ഫസ്റ്റ് ബാച്ച് ഡിഗ്രി കഴിഞ്ഞപ്പോൾ BA തുടങ്ങി. അവർ പിന്നെ 3rd ഇയർ ആയപ്പോൾ നമ്മൾ ഡിസ്പേഴ്സ് ചെയ്യുക ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ 35 കൊല്ലം ചാലക്കുടി നിർമ്മല കോളേജിൽ ഉണ്ടായിരുന്നു. അവിടെ മലയാളം ടീച്ചറായിട്ട് 35 കൊല്ലം ജോലി ചെയ്യാൻ പറ്റിയില്ല. 2010 ചെറുതായിട്ട് ഞാനൊരു മാറാരോഗത്തിൻ്റെ അടിമയായി. ക്യാൻസർ വന്ന് എന്നെ നോക്കിയിട്ട് പറ്റിയില്ല എന്ന് കണ്ടുപോയി. അപ്പോൾ 2010 ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ആകെ ഒരു കാര്യം ആവശ്യപ്പെട്ടുള്ളൂ, കുട്ടികളുടെ ഇടയിലേക്ക് പോയിക്കോ, അത് പോസിറ്റീവ് എനർജിയാണ്. കാരണം വിരൂപമായിട്ടുള്ള ആ ഒരവസ്ഥയിലും മുടിയൊക്കെ കൊഴിഞ്ഞ് കീമോ നടക്കുമ്പോഴും ഞാൻ നിർമ്മലയിൽ കുട്ടികളുടെ ഇടയിലായിരുന്നു. അവരെന്നെ മനസ്സിലാക്കി. അവർ ഒരാൾ പോലും എന്നെ കളിയാക്കാതെ എനിക്കൊപ്പം ഉണ്ടായിരുന്നു. അതെൻ്റെ രോഗം വേഗം ഭേദമാകാൻ സഹായിച്ചു. പക്ഷേ അസുഖത്തെ തുടർന്ന് ഇനി പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പോഴും അവരെന്നെ വിട്ടില്ല. അവരെന്നെ ഓഫീസ് അഡ്മിനിസ്ട്രേറ്ററായിരുന്നു. 2019 വീണ്ടും 18 വരെ 60 വയസ്സ് വരെ അവിടെ പിടിച്ചു നിന്നു. പിന്നെ ഞാൻ നിർബന്ധമായിട്ട് പോവുകയും ചെയ്തേ. എനിക്ക് വയ്യ, ദൂരയാത്ര തൃശ്ശൂരിൽ വയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കുന്ന അത്രയും കാലഘട്ടത്തിന് വ്യത്യാസം വന്നു. അപ്പം ഞാൻ ഇവരുടെ ഫോട്ടോ മനസ്സിൽ നോക്കിയിട്ട് അതിൻ്റെ പിന്നാലെ ക്ഷണം കഴിഞ്ഞപ്പോഴാണ് വാട്സപ്പ് നമ്പർ കൊടുത്തു. അപ്പോൾ വാട്സപ്പിൽ നോക്കുമ്പോൾ ഈ പറഞ്ഞ ആൾക്കാരൊന്നല്ല, വലിയ വലിയ ആൾക്കാർ. ആസിയയുടെയും പോണപ്പോഴേക്കും ശാന്തയും കിട്ടി. ഞങ്ങൾ അടുത്തടുത്താട്ടോ, തൃശ്ശൂരും കുട്ടനെല്ലൂരും. എന്നിട്ട് പോലും ഞങ്ങൾ തമ്മിൽ വീണ്ടും ഒന്ന് കൂടിച്ചേരാൻ നിങ്ങൾ വേണ്ടി വന്നു. അതിൻ്റെ കടപ്പാട് മുഴുവൻ നിങ്ങളോടാണ്. കാരണം മറ്റൊന്നുകൊണ്ടല്ല, സ്നേഹിക്കാണ്ടല്ല. ഇന്നത്തെ ജീവിതത്തിൻ്റെ ഇടയിൽ നമുക്ക് പരസ്പരം ആ സംസർഗം നിലനിർത്താൻ, ആ സ്നേഹം പുതുക്കാൻ പറ്റാതെ പോകുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ശാന്തിയെ വിളിച്ചപ്പോൾ നമുക്ക് പോവാം, കുഴപ്പമില്ലെങ്കിൽ പോവാം എങ്ങനെയെങ്കിലുമൊക്കെ എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ഇന്നലെ മുഴുവനും ഞങ്ങൾ രണ്ടുപേരും ഇതിൻ്റെ ആ തയ്യാറെടുപ്പിലായിരുന്നു. നിങ്ങളെ കാണാനുള്ള ഉത്സാഹം എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. 79 ഞാനിവിടെ ജോലിക്ക് കയറി. 79 തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞു. ഒരു ടീച്ചറുടെ കല്യാണം പ്രമാണിച്ച് ഒരു കോളേജിന് 6 ദിവസം അവധി കൊടുക്കണ ആദ്യത്തെ അനുഭവമായിരിക്കും അന്ന് ഇവിടെ ഉണ്ടായത്. സിസ്റ്റർ റോബർട്ട്, സിസ്റ്ററിനെ മറക്കാൻ പറ്റില്ല. സിസ്റ്റർ അവിടെ ഇരുന്നപ്പോൾ ഇതൊക്കെ കേൾക്കുന്നുണ്ടാവും. ലളിതയും ടോമി സാറും ഒക്കെ അമ്മടി നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുന്നുണ്ടാവും. കാരണം കെട്ടിടമില്ല, നമുക്ക് പദ്ധതി പണിതിട്ടുള്ള മുറികളിലാണ് നമ്മൾ ക്ലാസ് റൂമും കോൺവെന്റും പള്ളിയും ഒക്കെ. അപ്പുറത്തെ മുറിയിൽ സിസ്റ്റർ റോബർട്ട് കിടക്കും. ഇപ്പുറത്തെ ഞാനും ശാന്തയുടെ എഴുതലും ക്ലോസിനെയും കിടക്കും. രാത്രി അതിൽ ഓർമ്മയില്ല. വെറുതെ വർത്താനം പറയും. കുറച്ച് കഴിയുമ്പോൾ സിസ്റ്റർ അവിടെ എഴുതേ എന്താ ഓർമ്മയില്ലേ, അപ്പോൾ പിന്നെ മിണ്ടാണ്ട് കിടക്കും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പുറകോട്ടുള്ള ഓർമ്മകൾ. നിങ്ങളെ കുറുമ്പുകളൊന്നും മറന്നിട്ടില്ല കേട്ടോ. എനിക്ക് 35 കൊല്ലത്തെ വിദ്യാർത്ഥികളെ അതിന് ശേഷം കിട്ടിയെങ്കിലും നിങ്ങളുടെ ആദ്യത്തെ മക്കളാണ്. കാരണം ഞാൻ ടീച്ചർ എന്നുള്ള ആ പദവിയിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ചത് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടാണ്. അതിനെനിക്ക് അവസരം തന്ന വിമലയിലെ
മലയാളം HOD ആയിരുന്ന സിസ്റ്റർ ക്രൂസിനോടാണ് ഞാൻ ഏറ്റവും വലിയ നന്ദി പറയുന്നത്. സിസ്റ്റർ പറഞ്ഞ രാജി പിന്നെ നാളെയിൽ നമ്മൾ കോളേജ് കൊടുക്കുന്നുണ്ട്, വെറുതെ ഇരിക്കണ്ട, അവിടെ പോയി കുട്ടികളെ പഠിപ്പിക്കും. ഈ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനും വലിയ പോസിറ്റീവ് എനർജി വേറെ നമുക്കില്ല. നമ്മൾ വീട്ടിൽ എന്തൊക്കെ നമ്മൾ വിഷമതകളും പ്രശ്നങ്ങളും ഇട്ടിട്ടാണ് നമ്മൾ നിങ്ങളുടെ ഇടയ്ക്ക് വരുന്നതെന്നുണ്ടെങ്കിലും അവിടെ വരുമ്പോൾ നിങ്ങളുടെ മുഖം കാണോട് മനസ്സറിഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും നിങ്ങൾക്ക് ഇതുപോലെ കൂടാനും, ഞങ്ങൾ വരുമല്ലേന്നൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല, കാരണം എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് ഇതുപോലെയൊക്കെ കൂടുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ന് നമുക്ക് ശാസ്ത്രം ഒരുപാട് വികസിച്ചുല്ലോ, എന്തും അങ്ങോട്ടും ഇങ്ങോട്ട് അറിയിക്കാനും നേരിട്ട് കണ്ട് സംസാരിക്കാനും ഒക്കെ അവസരമുണ്ട്. അപ്പം അതുകൊണ്ട് സൗഹൃദം നിലനിന്ന് പോട്ടേന്നും എല്ലാവർക്കും നല്ല ആരോഗ്യവും സന്തോഷവും സമാധാനവും ഉള്ളൊരു ജീവിതം നിങ്ങൾക്കും നിങ്ങളുടെ ഇനി വരുന്ന എല്ലാ തലമുറകൾക്കും ഉണ്ടാവട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് സിസ്റ്റർ സീനയ്ക്ക് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ ശാന്തി മിസ്സിന് സ്നേഹാദരം നൽകുന്നതിനായിട്ട് ഫാത്തിമയെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഒന്ന് കൈയടിച്ച മക്കളെ, മറക്കാനല്ലേ. താങ്ക് യു. ഇനി നമ്മുടെ ഈ ഒത്തുകൂടൽ എന്നത് നമ്മുടേതിനായിട്ട് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ കാർമൽ കോളേജിന് ഇഷ്ടമുള്ള ആർക്ക് വേണമെങ്കിലും കൈകളും മൊമെന്റ് നൽകുന്നതിനായി സിസ്റ്റർ പ്രിൻസിപ്പലിന് നമ്മുടെ ഈ ഒത്തുകൂടലിന്റെ ഓർമ്മ എന്നും ഈ കോളേജിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മൊമെന്റ് നൽകാൻ സ്മാർട്ടായിട്ടുള്ള കൊച്ചു പിള്ളേരോട് ആവശ്യമുള്ള ആരും വന്നിട്ടില്ല. പേര് പറയാമോ? പേര് കണ്ടിട്ട് നമ്മുടെ ഈ ഒത്തുകൂടൽ എന്നും ഈ കോളേജിൽ നമ്മുടെ മനസ്സിൽ നിൽക്കണം. Thank you all. Thank you all for your participation. നമുക്ക് കൈയടിച്ചല്ലോ, അത് മതി നമുക്ക്. Okay, thank you. കൂട്ടുകാരെ, നമ്മെ നാമാക്കിയതും നമ്മുടെ നാമാക്യമായ ഒരു കോളേജ് പരിസരത്താണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്. ഒരു 6 മാസം മുന്നേ നമ്മൾ പലരും വിചാരിച്ചോ ഇങ്ങനെ ഒരു ഒത്തുകൂടൽ ഉണ്ടാകുമെന്ന്. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഞാൻ റിട്ടയറായി കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും സമയം കളയുമെന്താണ്. അതിനിടയിലാണ് ഫാത്തിമ ഇങ്ങനെ ഒരു ഫോൺ കോൾ എന്നെ വിളിക്കുന്നത്. അങ്ങനെ
സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നല്ലൊരു കൈയടിയാണോ? മാത്രം പറന്നിറങ്ങിയ സുഹൃത്ത് നാട്ടിൽ വന്ന് മാക്സിമം നമ്പർ ഓഫ് സുഹൃത്തുക്കളെ സന്ദർശിച്ച വ്യക്തി. ഹാൻഡ്സ് ഓഫ് ടു യു ഡിയർ. ഭർത്താവും 3 മക്കളുമൊപ്പം ദുബായിൽ സെറ്റിൽഡ് ആണ്. ലിസി പ്ലീസ്. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, എൻ്റെ കൂട്ടുകാരെ, ഫാത്തിമയോടൊപ്പം നമ്മുടെ കൂട്ടുകാരെ കണ്ടെത്തുന്നതിന് ഇതുപോലെ ഒത്തുപിടിച്ച് കൂടുവാനും കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. അതിന് ഞങ്ങൾക്ക് തന്ന സ്നേഹോപകാരത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എല്ലാവരോടും സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് in MA Economics. That's none but our Halima Bibi. It's a golden opportunity to congratulate her. She retired as a senior superintendent from Electricity Board. They have 2 sons and reside at Pangalam. Halima Bibi, please come. ഈ കയ്യടി മതിയോ? ഒരു റാങ്ക് ഹോൾഡർ നമ്മുടെ ഇടയിൽ നിന്ന് വരുന്നത് നന്നായിട്ട് കൈയടിച്ചേ. പ്രിയപ്പെട്ട, എന്താ പറയുക, ഞാനിവിടെ നിൽക്കണത് തന്നെ അതിനെ ഞാൻ സൃഷ്ടാവിന് നന്ദി പറയണം. ഇങ്ങനൊരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട മിസ്സുമാരെ ഒന്നുകൂടി കാണാൻ പറ്റി. അതുപോലെ എൻ്റെ കൂടെ പഠിച്ച എല്ലാവരും കൂട്ടുകാരെ ഒക്കെ കാണാൻ പറ്റി. അതിനൊക്കെ ഞാൻ പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സന്തോഷം ഇവിടെ പങ്കുവെക്കുകയാണ്. എനിക്ക് ഈ എന്താ പറയുക, ഈ സമ്മാനങ്ങളൊക്കെ തന്ന സംഘാടക സമിതികളുള്ള എല്ലാവരെയും ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഇത് വെളിച്ചത്ത് കൊണ്ടുവന്നത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി മേഴ്സിയാണ്. ഞാനിതൊന്നും പറഞ്ഞിരുന്നില്ല, ഇതൊക്കെ എന്നോ കിട്ടി, ഇതൊക്കെ ഞാൻ അന്നേ മറന്നു. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ആ ഫോട്ടോ, ആ പക്കൽ വന്ന ഫോട്ടോ എടുത്ത് വെട്ടി വെച്ച് എനിക്ക് സർപ്രൈസ് തന്നു. ഞാൻ ഒരിക്കലും മറക്കില്ല. സൂക്ഷിച്ചതാണ്. ഇങ്ങനെ ഒരു അവസരം കിട്ടുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല. പക്ഷേ ഞാനിന്നൊരു പോസിറ്റീവ് സൊസൈറ്റി ജോലി ചെയ്യുന്നു. എനിക്ക് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഞാൻ എല്ലാവർക്കും ഒരു മാതൃകയായിട്ട് കുട്ടിയുടെ കാര്യം പറയേ ഇത് കാണിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അതിന് എനിക്കിന്നൊരു അവസരം കിട്ടിയതിന് ഞാൻ നന്ദി പറയുന്നു. ഈ കുട്ടിയെ സൂക്ഷിക്കേണ്ടത് ഇയാളാണ്. ഇതിനൊരു ഒത്തുകൂടൽ ഉണ്ടായത് തന്നെ അറിയില്ലേ, ദൈവികമാണ്. അതായത് നമ്മുടെ ഫാത്തിമ കുട്ടിക്ക് ഒരു സർജറി വന്നതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ. നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ ഇതുപോലെ ഒത്തുചേരുന്നത്? നമുക്ക് നമ്മുടെ ഇടയിൽ സുഖമില്ലാതിരിക്കുന്ന നമ്മുടെ ജോസഫീന വരെ ഇവിടെ പ്രസൻ്റാണ്. ഇപ്പം എല്ലാവർക്കും പോസിറ്റീവ് എനർജി, അതിനെ പറഞ്ഞ പോലെ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ഈ ഗ്രൂപ്പ് തുടങ്ങിയ പിന്നെ ഉണ്ടായിരിക്കുന്നത്. എനിക്ക് അന്ന് എൻ്റെ
ആഫ്യ വിളിച്ചപ്പോൾ തന്നെ എനിക്കത് എൻ്റെ ജീവിതത്തിൽ ഓർക്കാൻ പറ്റാത്തൊരവസരം. നിന്റെ താരം മിന്നുന്ന മുല്ലപ്പൂച്ചില പൂജിയോ ജന്മാവ് കൊണ്ടേയോരോ നിന്റെ താരം മിന്നുന്ന മുല്ലപ്പൂജിയോ പലവിധ കാലാതിന്ത കാലാതിന്ത ചെല്ലിയോ പലവിധ കാലാതിന്ത കാലാതിന്ത ചെല്ലിയോ കുശലില കണ്ണിൽ വിളമ്പുമ്പോൾ തലവിന്ദ കാല വിന്ദ കാല വിന്ദ പെണ്ണിയോ തലവിന്ദ കാല കുഞ്ഞിരി മുല്ലകൾ റോസാപ്പൂമുട്ടുകൾ ഉല്ലാസമാടുന്നിതാ കുഞ്ഞിളം കാറ്റിൽ ആടിടും ലില്ലികൾ ഗ്ലോറിയ പാടുന്നിതാ കുഞ്ഞിരി മുല്ലകൾ റോസാപ്പൂമുട്ടുകൾ ഉല്ലാസമാടുന്നിതാ കുഞ്ഞിളം കാറ്റിൽ ആടിടും ലില്ലികൾ ഗ്ലോറിയ പാടുന്നിതാ പൊന്നിനകൾ മീഡിയ മാലാകമാരുന്നായി ആമോദരായി മഞ്ഞുതുള്ളികൾ പേരുമീരാമെല്ലും വീശോ ജാതനായി കുഞ്ഞിരി മുല്ലകൾ റോസാപ്പൂമുട്ടുകൾ ഉല്ലാസമാടുന്നിതാ കുഞ്ഞിളം കാറ്റിൽ ആടിനും ലില്ലികൾ ഗ്ലോറിയ പാടുന്നിതാ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസുമായിട്ട് നമ്മുടെ മുന്നിൽ ഇപ്പോൾ കാർമൽ കോളേജ് ടീം അതിനായിട്ട് വേദി സജ്ജമാക്കേണ്ടതുണ്ട്. അപ്പോൾ കൈൻഡ്ലി വെയിറ്റ്.
മോളിൽ നിന്ന് പൊക്കിയാൽ മതി അത് വിട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എൻ്റെ പിള്ളേരെ ഡാൻസ് തൊട്ടായിരുന്നു എന്തോ ഡാൻസ് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഡാൻസ്. ഒരു കപ്പ് കൂടി വെള്ളം ഒഴിക്കേ. വെള്ളം ഒഴിക്കാത്ത